പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ന്യൂസ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അത് പല ഫുട്ബോൾ വെബ്സൈറ്റുകളും പറയുന്നുണ്ട്, പക്ഷേ ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടില്ല ഇരു ക്ലബ്ബുകളും. വാർത്ത എങ്ങനെയാണ്? റയൽ മാഡ്രിഡിൻ്റെ ഡാനി കാർവഹാൾ, അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഈ 2026 ജൂണോട് കൂടി തീരും. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എന്തായാലും റയൽ മാഡ്രിഡ് ഇനി പുതുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പകരക്കാരനെ റയൽ മാഡ്രിഡ് തപ്പിക്കൊണ്ടിരിക്കുകയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഡിയോഗോ ഡാലോട്ടിനെ വെക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡ് ഡിയോഗോ ഡാലോട്ടിന് വേണ്ടിയിട്ട് ഒരു 25 to 30 മില്യൺ യൂറോ, അതായത് 22 to 22 മില്യൺ പൗണ്ട് അല്ലെങ്കിൽ 22 to 26 മില്യൺ പൗണ്ട് ചിലവാക്കുന്നതാണ് കേൾക്കുന്നത്. പക്ഷേ ഇതിന് ഒഫീഷ്യലായിട്ട് റയൽ മാഡ്രിഡിൻ്റെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജ്മെൻറ്റോ ഇതായിട്ട് മുന്നോട്ട് വന്നിട്ടൊന്നുമില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഇനി ഡിയോഗോ ഡാലോട്ടിന് 2028 വരെ കോൺട്രാക്റ്റ് ഉള്ളതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വൺ ഓഫ് ദി മേജർ പ്ലെയറും കൂടിയാണ് ഡിയോഗോ ഡാലോട്ട്. അപ്പോൾ കൊടുക്കുമോ എന്ന് ഉറപ്പില്ല, പക്ഷേ ഒരു വാർത്തകൾ അന്തരീക്ഷത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട്. എനിവേ ഡാനി കാർവഹാളിൻ്റെ കോൺട്രാക്റ്റ് ഈ ജൂണിൽ തീരുന്നതോട് കൂടി ഡാനി കാർവഹാളിൻ്റെ ഒരു പകരക്കാരൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പെഡ്രോ പോറോയൊക്കെ ഒരു മെയിൻ കണ്ടൻ്റായിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടാർഗറ്റ് അവർക്ക് നമ്മുടെ ഡിയോഗോ ഡാലോട്ട് തന്നെയാണ്. പിന്നെ പെഡ്രോ പോറോ ഒക്കെ അവരുടെ ഇതിലുണ്ട്. പിന്നെ അലക്സാണ്ടർ ആർണോൾഡ് ഓൾറെഡി റയൽ മാഡ്രിഡിലുണ്ട്. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഡാനി കാർവഹാളിൻ്റെ ആ പൊസിഷനിൽ കളിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ളൊരു വാർത്തയല്ല, എന്നാലോ ഫുട്ബോൾ വെബ്സൈറ്റിലൊക്കെ കറങ്ങി കളിക്കുന്നൊരു വാർത്തയാണ് ഇത്.